ഒന്നാം സ്ഥാനം ലഭിച്ചില്ല. വേദിയിൽ കയറി പ്രതിഷേധം. അപ്പീൽ നൽകുന്നുമില്ല. കലോത്സവ വേദിയിൽ നാടകീയ രംഗങ്ങൾ. പുതുക്കാട് നടക്കുന്ന ഇരിങ്ങാലക്കുട ഉപജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം പള്ളിയ നൃത്തം ഇനത്തിൽ ഫലപ്രഖ്യാപനം വന്നതോടെയാണ് വേദി ബഹളമായത്. രണ്ടാം സ്ഥാനം ലഭിച്ച എടതിരിഞ്ഞി HDP സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് എത്തിയവരാണ് ബഹളമുണ്ടാക്കിയത്. ഒന്നാം സ്ഥാനം അർഹതയില്ലാത്തവർക്ക് നൽകി എന്നതാണ് പരാതി. ചിലർ വേദിയിൽ കയറിയും ബഹളം വെച്ചും. ഇതോടെ പുതുക്കാട് പോലീസും സ്ഥലത്തെത്തി. ഫലപ്രഖ്യാപനത്തിൽ ആക്ഷേപമുണ്ടെങ്കിൽ അപ്പീൽ നൽകാൻ സംഘാടകർ ആവശ്യപ്പെട്ടെങ്കിലും ആദ്യഘട്ടത്തിൽ ഇവർ കൂട്ടാക്കിയില്ല. പിന്നീട് ശാന്തരായി അപ്പീൽ നൽകി. നമുക്ക് ഫസ്റ്റ് വരുന്ന ഒരു പ്രൈസ് ഉള്ള ഒരു പരിപാടിയായിരുന്നു ഇത്. സബ് ജില്ല അവരെന്താ കാണിച്ചു വെച്ചാൽ ഫസ്റ്റ് മുതലേ ഫുള്ള് തെറ്റിച്ച്. ഒന്നാം നമ്പർ ഇവര് രണ്ടായിരുന്നു. അതും പോരാത്തണ്ട് അവര് രണ്ടാം നമ്പർ ഇവരെ കയറുന്നതിന് മുന്നൊരു ചെസ്റ്റ് നമ്പർ കയറണുണ്ടായിരുന്നു. അവര് ഒരുങ്ങിവിടെ നിൽക്കായിരുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്തു? നമ്മളോട് കയറാൻ പറഞ്ഞു, ഇവരോട് കയറാൻ പറഞ്ഞു. നിങ്ങൾ എന്താ പറഞ്ഞേ? പറ്റില്ല പറഞ്ഞു. കാരണം അവരവിടെ ഭയങ്കരമായിട്ട് തട്ടിപ്പെന്ന് പറഞ്ഞേ. പിന്നെ അതും പറഞ്ഞ് ഞങ്ങളവിടെ റിസൾട്ട് അറിയാൻ വേണ്ടി അവിടെ നിന്നപ്പോ അവിടുന്ന് പുറത്തുനിന്നൊരു ടീച്ചർ ഓടി വന്ന് കുട്ടികളോട് വരാൻ പറഞ്ഞു, ചെസ് നമ്പർ ചോദിക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഓക്കെ എന്ന് പറയുന്നത് ഞങ്ങളുടെ മുന്നിൽ നിന്ന് പറയുന്നതൊക്കെ ഞങ്ങൾ കണ്ട കാര്യങ്ങൾ അവിടെ പറഞ്ഞേ. ജഡ്ജസിനോട് എന്താ കാരണം ചോദിച്ചപ്പോ അവരൊരു കാരണം പറയുന്നില്ല. ഈ ഒരു 3 കുത്തിന്റെ കാരണം മാത്രം അവർ പറയുന്നു. എന്ത് 3 കുത്ത്? ഇവിടെ എല്ലാ പള്ളി നൃത്തത്തിലും 3 കുത്ത് എവിടെ നോക്കിയാലും ഉണ്ടാവും 3 കുത്ത്. അതാ ഓരോരുത്തരും ഓരോ ഇതിങ്ങനെ കയറി വരുമ്പോ അതിനനുസരിച്ച് മാറും നമ്മളെ മോഡലിംഗ് കാര്യങ്ങളൊക്കെ. അതിന് നമ്മളൊരു കാരണമായിട്ട് എടുക്കുന്നത്. ഇവര് പാട്ട് തെറ്റിച്ചോ? ഇല്ല. സ്റ്റെപ്പ് തെറ്റിച്ചോ? ഇല്ല. വാദ്യങ്ങൾ കൊട്ട് തെറ്റിച്ചോ? അതും ഇല്ല. പക്ഷെ അവര് പറഞ്ഞാൽ അതെല്ലാം തെറ്റിച്ചിട്ടുള്ള അവർ കളിച്ചു. അവർക്ക് എന്ത് ന്യായം കൊടുക്കാന്? അതിൽ കൊടുക്കേണ്ട ന്യായമല്ലേ? ഇവരെന്തായാലും ഇതിനൊരു തീരുമാനം പറയാൻ ഞങ്ങളൊന്നും അനങ്ങില്ല. പ്രൈസ് പിന്നെ ഇൻട്രോഡക്ഷൻ അതവര് പറഞ്ഞു ചെയ്തു. അവരത് പറഞ്ഞിട്ടുമില്ല. ഇവരെല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ടാണ് അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ കറന്റ് ഓഫ് ചെയ്ത് അവിടെ ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോഴാണ് അത് ഓഫ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് ഞാൻ നോക്കിയപ്പോ അയാൾ വീണ്ടും റെഡി ആക്കി. എന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു ഏത് സ്കൂളാണ്, എവിടുന്നാ വരുന്നത്, എന്തിനതൊക്കെ ചോദിക്കേണ്ട ആവശ്യം? അയാൾക്ക് അവിടെ അടങ്ങിയിരുന്നാ പോരെ? ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എല്ലാ സബിലും തന്നെ നടക്കുന്നത്. പക്ഷെ നമ്മൾ ഈ സബിൽ അങ്ങനെ ചെയ്യാൻ സമ്മതിക്കില്ല. കാരണം എല്ലാ പ്രാവശ്യം ഇവർക്ക് തന്നെ സംഭവിക്കുന്നത്. നമ്മളത് സമ്മതിക്കുന്ന കാര്യമല്ല. ഫസ്റ്റ് കിട്ടണമെന്ന് വിചാരിച്ച് കളിച്ച ടീമാ. കഴിഞ്ഞ വർഷത്തെ ചവിട്ടുകാലത്തിന് കറണ്ട് പോയി ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് വന്നത്. അതുപോലെ ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ കറണ്ട് പോയി. അതുപോലെ തന്നെ കഴിഞ്ഞ വട്ടം പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങൾ യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് മാർക്ക് കുറച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞങ്ങൾ മോള ഫസ്റ്റ് പോയി. ഞങ്ങൾ ഇപ്രാവശ്യം മോളയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് കിട്ടിയ ടീമിന് അവർ ഐസ്ക്രീം സ്റ്റിക്കാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പാട്ട് പാടിയത് അവര് പകുതി നോക്കിയാണ് പാടിയത്. പേപ്പറിൽ നോക്കിയാണ് പാടിയത്. അത് ഞങ്ങൾ കണ്ടതാണ്. എന്നിട്ടാണ് അവർക്ക് ഫസ്റ്റ് കൊടുത്തത്. ഇതൊന്നും നോക്കണില്ല അവര്. ഞങ്ങൾക്ക് 3 കുത്തിന്റെ പേരിലാണ് ഫസ്റ്റ് പോയത്. അവര് മൊത്തം സ്റ്റെപ്പ് തെറ്റിച്ച കളിച്ചത്. പാട്ട് തെറ്റി, എന്തൊക്കെ തെറ്റി, ഇവരൊന്നും അതൊന്നും നോക്കണില്ല. 3 കുത്ത്, അതിന്റെ പേരിലാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് പോയത്. ഒരു ജഡ്ജസിന് റീസൺ പറയുന്നതാണോ ഈ 3 കുത്ത്? സ്റ്റെപ്പ് തെറ്റി ചെയ്താൽ നമുക്ക് ഓക്കെ പറയാം, അങ്ങനെയെങ്കിലും പറയാന്ന് വിചാരിക്കാം. പക്ഷെ സ്റ്റെപ്പ്, പാട്ട്, ഡാൻസ് എല്ലാം തെറ്റിട്ട് അവർക്ക് ഫസ്റ്റ് കൊടുക്കണതിന് ഒരു ന്യായവും ഇല്ല. അവർക്ക് റീസണും ഇല്ല പറയാൻ. അതിന്റെ പേരിൽ അവർ 3 കുത്ത് പറഞ്ഞു. വേറെ സ്റ്റെപ്പോ കാര്യങ്ങളോ ഒന്നും തെറ്റിയിട്ടില്ല. ആ റീസൺ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ 3 കുത്തിന്റെ പേരിൽ പറഞ്ഞു നിർത്തിയത്. അപ്പീൽ കൊടുക്കാണ്ട് കയറാൻ പറ്റാണ് ഞങ്ങൾക്ക് ജില്ല